സ്നാനം എന്ന് പറയപ്പെടുന്ന ആ ഒരു ദിവ്യകർമ്മം ചെയ്യാനാണ് 144 വർഷം കൂടുമ്പോൾ വരുന്ന ഈ ഒരു അപൂർവ നിമിഷത്തിൽ ഈശ്വരാനുഗ്രഹത്തിൽ നമ്മളിവിടെ എത്തിച്ചേരാനും ഈശ്വരാനുഗ്രഹം കിട്ടിയതിൽ എല്ലാം നമ്മുടെ പരമേശ്വരന് നന്ദി അറിയിച്ചു കൊള്ളേണ്ട ഒരു കാര്യമാണ്. ഇതൊന്നും ആർക്കും സാധിക്കുന്ന കാര്യമേ അല്ല. അതിൽ വേറെ പ്രത്യേകത എന്ത് പറയുന്നത് വെച്ചാൽ 1881 എന്തോ കാലം എന്നാണ് അറിവ്. എനിക്കതിനെക്കുറിച്ച് ആ വർഷത്തിനെ കുറിച്ച് കറക്റ്റായിട്ട് പറയാൻ അറിയില്ല. പക്ഷെ ആ കാലഘട്ടത്തിൽ നടന്ന ഈ കുംഭമേളയിലെ പ്രധാനപ്പെട്ട സ്ഥലവും മഹാകുംഭമേള നടക്കുന്ന പ്രധാനപ്പെട്ട സ്ഥലവും ലോകത്ത് തന്നെ പ്രയാഗ്രാജിൽ മാത്രമേ ഉള്ളൂ. അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അമൃതം വീണ സ്ഥലത്ത് അമൃതത്തിൻ്റെ എക്സ്ട്രാക്റ്റ് അതിൻ്റെ അംശത്തിൻ്റെ പവർ ഇപ്പോൾ ഈ സമയത്ത് ആക്റ്റീവായിരിക്കും. അതുകൊണ്ടാണ് ഈ അമൃതസ്ഥാനം ഇത്ര പ്രധാനമെന്ന് പറയുന്നത്. അരൂപികളായ സന്യാസിമാരും ഇന്ന് അതായത് അഘോരി സാധുക്കളും നാഗാ സാധുക്കളും മറ്റ് സമ്പ്രദായം പരശുരാം സമ്പ്രദായം അങ്ങനെ കുറേ ഉണ്ട്. ഇതിൽ ആദ്യം നടത്തുന്ന കാർമ്മികത്വം വഹിക്കുന്ന ജുന അഖാഡ, പിന്നെ ഒരു ശൈവം ഫോളോ ചെയ്യുന്ന ശങ്കരാചാര്യ ഗ്രൂപ്പ്, അങ്ങനെ കുറേ അഖാഡകൾ അങ്ങനെയുണ്ട്. അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു വശം. അപ്പോൾ നമ്മളിതിൽ പങ്കെടുക്കാൻ പറ്റിയതിൽ ഈശ്വരനെ നന്ദി അറിയിക്കുകയും നമ്മൾ അമൃതസ്നാനം ചെയ്യാൻ പോയിക്കൊണ്ടിരിക്കണം. ഹര ഹര ഗംഗേ ജയ് മാ ഗംഗേ.